ഹലോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഗിഫ്റ്റ് ഫുള്ളായിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് പാക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം മോളുടെ ബർത്ത്ഡേയും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഗിഫ്റ്റ്സൊക്കെ പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ശരിയാക്കി കേട്ടോ. കേക്ക്സും പിന്നെ ഡോണറ്റ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആകെ കൂടി ഫുള്ളായിട്ട് മെസ്സായിട്ടിരിക്കുകയാണ്. മൊത്തം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അവർ വരുമ്പോഴേക്കും എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക്സൊക്കെ ഉണ്ടാക്കിയതൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഞാൻ ഒരു മുറിക്കാനുള്ള കേക്ക് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ഡോണറ്റ്സ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഡോണറ്റ്സാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഇതും കൂടി ആക്കിയിട്ടുണ്ട്. എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് അന്നത്തെ ദിവസം പോയി വന്നപ്പോൾ ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ എല്ലാ ഗിഫ്റ്റും തുറന്ന് നോക്കാണ്ടോ. അപ്പോൾ നമുക്കായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഇഷ്ടമായോ. അപ്പോൾ അവർ മുന്നൊക്കെ ഓരോന്ന് പറഞ്ഞു വെച്ചത് ഓർമ്മിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് കേട്ടോ. അത്ര വലിയ ഗിഫ്റ്റ്സ് ഒന്നും അല്ല, ചെറിയ കുട്ടി ഗിഫ്റ്റ്സുകളാണ്. പിന്നെ അന്ന് രാത്രിയിലാണ് മോൻ ഓക്കെ ഞങ്ങൾ പിറ്റേ ദിവസം തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. ആൾക്ക് ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പം തന്നെ എൻ്റെ ഗിഫ്റ്റ്സൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവർ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു കേട്ടോ. നിരത്തി വെച്ചിട്ട് അവനെ വിളിച്ചിട്ട് അവൻ്റെ ഗിഫ്റ്റ്സും കൊടുത്തു അപ്പം തന്നെ. അപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അത്ര ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു 12 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ആളും എല്ലാം തുറന്ന് നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആൾക്ക് ആദ്യം ചെരുപ്പും ഇതൊക്കെ കണ്ടപ്പോൾ അത്ര വലിയ ഇഷ്ടമായില്ല. എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് അതൊക്കെ കിട്ടണതല്ലേ. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടും എന്താ പറയുക ഈ ഒരു കളിക്കുന്ന സാധനങ്ങൾ മതി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾ നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്കെച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനിതൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൈഡർമാൻ്റെ ഇങ്ങനത്തെയും പിന്നെ മെയിനായിട്ട് ഇത് നെർഫ് ഗണ്ണും പിന്നെ മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക ഈ എന്താ പറയുക മറ്റേ ജീപ്പ് പോലത്തെ അത് സ്മോക്കും ലൈറ്റും ഒക്കെ വരുന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവർ ഓക്കെ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ഒരു നാല് പേര് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാത്രിക്കേക്ക് അപ്പോൾ അന്ന് മന്തിനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മന്തിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മന്തി റെഡിയാക്കണതൊക്കെ അപ്പോൾ മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഇവർ ഫ്രണ്ട്സ് വരാറായപ്പോൾ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആ ടൈമിൽ ഇവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ടൈമിൽ ഞാനിപ്പോൾ പിന്നെ കുക്കിങ്ങിന് പോകേണ്ടി വരും. അപ്പോൾ റൈസൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒരു ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ നമുക്ക് വേഗം തന്നെ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഫുഡ് അടിക്കാമല്ലോ എന്നുള്ള ലെവലായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. മന്തി ആയാലും ഡോണറ്റ്സ് ആയാലും കേക്ക്സൊക്കെ ആയാലും എല്ലാം യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ട്സൊക്കെ വന്നു അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആണ് അവരുടെ ഏറ്റവും നല്ല ബർത്ത്ഡേ എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കായാലും ഫ്രണ്ട്സൊക്കെ കൂടി ഉള്ളപ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നടത്തി കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ എല്ലാ കൊല്ലം നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല കുട്ടികളായാൽ മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് നിന്നു.